ഏവർക്കും നമസ്കാരം. ഭജഗോവിന്ദം. ശ്ലോകം 11. മാ കുരു ധനജന യൗവന ഗർവം ഹരതി നിമേഷാൽ കാലസർവം മായാമയമിതമഖിലം ബുദ്ധ്വാ ബ്രഹ്മപദം ത്വം പ്രവിശവിദിത്വ. ഏതൊന്ന് അറിഞ്ഞാലാണോ നമുക്ക് എല്ലാത്തിനെയും കുറിച്ച് അറിവ് തെളിയുന്നത്, അതാണ് യഥാർത്ഥ അറിവ്. ലൗകികതയിൽ നാം നേടുന്ന അറിവുകളെല്ലാം ഭാഗികമാണ്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ പോലും നമുക്ക് പൂർണ്ണമായ അറിവില്ല. അതിനാൽ നാം ലോക സ്വഭാവത്തെ അനുകരിക്കുന്നു. ഈ ലോകത്തിൻ്റെ എല്ലാ ആസക്തികളും കൂടിയും കുറഞ്ഞും അളവിൽ നമ്മിൽ ചേക്കേറുന്നു. അതുകൊണ്ട് നാം പല ലക്ഷ്യങ്ങളിൽ സഞ്ചരിക്കുന്നു. ഒന്നിൽ മാത്രം തൃപ്തമായിരിക്കാൻ നമുക്ക് ആകുന്നില്ല. ജീവിതത്തിൽ തിരക്കുകൾ കൊണ്ട് ശ്വാസം മുട്ടുന്ന മനുഷ്യരെ കണ്ടിട്ടില്ലേ? ഒന്നിനും നേരമില്ലാത്തവർ. ഒരേ സമയം പലതും വാരിപ്പിടിക്കാനുള്ള തിരക്കിലാണ്. ഫലമോ എങ്ങുമെങ്ങും എത്തുന്നില്ല. അതൃപ്തികൾ, സംഘർഷങ്ങൾ. സിക്ക് ഹറി ആൻഡ് ഡിവൈഡഡ് എയിംസ് എന്ന് ആധുനിക മനുഷ്യ സമൂഹത്തെക്കുറിച്ച് മാത്യു ആർണോൾഡ് എന്ന കവി ദ സ്കോളർ ജിപ്സി എന്ന കവിതയിൽ പറയുന്നുണ്ട്. ജ്വരബാധിതരാണ് നാം. ഏതൊക്കെയാണ് നമ്മുടെ ജ്വരങ്ങൾ? ഒന്ന്, ധനം തന്നെ. ധനസമ്പാദനത്തിനുള്ള അവിരാമ സഞ്ചാരമാകുന്നു ജീവിതം. മറ്റൊന്ന്, പ്രിയജനം. തനിക്ക് വേണ്ടപ്പെട്ടവർ എന്ന് തോന്നുന്നവർക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ. അവരിലൂടെ തൻ്റെ സ്വത്വം ഉറപ്പിച്ചെടുക്കാനുള്ള പെടാപ്പാടുകൾ. മറ്റൊന്ന്, യൗവനതൃഷ്ണ. പ്രായത്തെ കൈപ്പിടിയിൽ ഒതുക്കി നിർത്താനുള്ള ശ്രമങ്ങൾ. യയാതി തൻ്റെ മകനായ പുരുവിനോട് യൗവനം കടം വാങ്ങുന്ന കഥ നമുക്കറിയാം. ആസക്തികൾ അവസാനിക്കുന്നില്ല. മാത്രമല്ല, ഇവയെല്ലാം നമ്മുടെ ഗർവങ്ങളുമായി മാറുന്നു. ധനത്തിൻ്റെ പേരിൽ, പ്രിയജനങ്ങളുടെ പേരിൽ, യൗവനത്തിൻ്റെ പേരിൽ അഹങ്കാരികളും ആകുന്നു. ആചാര്യസ്വാമികൾ ഓർമ്മിപ്പിക്കുന്നു, ഇത്തരം ആസക്തികൾ അരുത്. ഒരൊറ്റ നിമിഷം കൊണ്ട് കാലം എല്ലാത്തിനെയും അപഹരിക്കും. സർവഭക്ഷകനാണ് കാലം. നാം ജീവിക്കുന്ന ലോകം മായാമയമാണ്. ഒരു മരീചികയായി നിരന്തരം ഇത് മോഹിപ്പിക്കുന്നു. ഈ മായയെ തിരിച്ചറിഞ്ഞ് ബ്രഹ്മപദത്തിലേക്കുള്ള വഴി തുറക്കൂ. പരമമായ ലക്ഷ്യത്തെ വിസ്മരിക്കാതിരിക്കൂ. നദിയുടെ പൂർണ്ണത കടലിൽ ലയിക്കുമ്പോഴാണ്. ജീവന്റെ പൂർണ്ണത ആത്മാവിൽ ലയം കണ്ടെത്തുമ്പോഴാണ്. അതിനായി നിത്യവും ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ.